ഹലോ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈഡൽബർഗിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച വെക്കേഷൻ കിട്ടിയപ്പം എവിടേക്കൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തതിൽ ഫസ്റ്റ് പോകണം എന്ന് വിചാരിച്ചൊരു സ്ഥലമാണ് ഈ ഹൈഡൽബർഗ്. അപ്പോൾ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് ഹൈഡൽബർഗിലേക്ക് വെറും 2 മണിക്കൂറേ ഉള്ളൂ. എന്നിട്ട് ഹൈഡൽബർഗ് ഹൗപ്പാനോഫിൽ നിന്ന് ആൾട്ടൈബ്രുക്കേക്ക് ബസ്സിൽ വരാണ് ചെയ്തത്. ബസ് ഇറങ്ങി നേരെ ബ്രിഡ്ജിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബ്രിഡ്ജിൽ കയറിയപ്പം ബ്രിഡ്ജിൽ ഫുൾ ഇങ്ങനെ ലവ് ലോക്സ് ഒക്കെ കാണാൻ വെച്ചായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഈസ്റ്റേൺ ഗേറ്റ് വഴി ആൾട്ടേ സ്റ്റട്ടിലോട്ട് കയറാണ് കേട്ടോ ചെയ്തത്. ഹൈഡൽബർഗ് ഒരു ടൂറിസ്റ്റ് ഏരിയ ആയ കാരണം തന്നെ ഞാൻ ചെന്ന ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആൾട്ടേ സ്റ്റട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. നടക്കുന്നതിൻ്റെ ഇപ്പുറത്തുള്ള സൈഡിൽ ഫുള്ള് പണ്ടത്തെ മോഡൽ ബിൽഡിങ്സ്, അതേപോലെ കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഷ്ലോസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഷ്ലോസിൻ്റെ അകത്തുള്ള മ്യൂസിയം, പിന്നെ അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. അതല്ല, പുറത്തുള്ള ഗാർഡൻ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഫ്രീ ആണ്. അപ്പം ഞാൻ മുകളിൽ കയറി കാണാൻ പോയത് ഗാർഡൻ ഏരിയ ആയിരുന്നു കേട്ടോ. ഉള്ളിൽ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് ബാൽക്കണി എന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. കാസ്റ്റിലൊക്കെ നമുക്ക് അത്യാവശ്യം അടുത്തായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാസ്റ്റിലൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ്, അവിടേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വന്നെത്തുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ഒരു ബാൽക്കണി പോലെയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റി മൊത്തമായിട്ട് കാണാം കേട്ടോ. ഷ്ലുസും ആൾട്ടേ സ്റ്റട്ടും ബ്രിഡ്ജും ആൻഡ് അത് കണ്ടാണ് കേട്ടോ ഈ നെക്കർ റിവർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മുകളിൽ നോക്കിയാൽ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി ഒക്കെ കാണാം കേട്ടോ. ജർമ്മനിയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഈ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി. ഒക്കെ നടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇന്നത്തെ എനർജി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.